4000 വർഷങ്ങൾക്ക് മുമ്പ് ആർട്ടിക് സമുദ്രത്തിലെ ഒരു വിദൂര ദ്വീപിൽ അവസാന മാമോത്തും അന്ത്യശ്വാസം വലിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ അമിതമായ വേട്ടയാടലും മൂലമാണ് ഈ മഹത്തായ ജീവികളുടെ വംശനാശം സംഭവിച്ചത്. എന്നാൽ ഇന്ന് ശാസ്ത്രം ഈ വംശനാശം സംഭവിച്ച മൃഗങ്ങളെ തിരികെ കൊണ്ടുവരുന്നു. അതിൽ അവർക്ക് ചില വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനി വംശനാശം ഇല്ലാതാക്കുന്നതിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചു. ഏകദേശം 10000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡെയർ വൂൾഫുകളെ വിജയകരമായി തിരികെ കൊണ്ടുവന്നു. ഈ ചെന്നായയുടെ പൂർണ്ണമായ ജീനോം ലയിപ്പിച്ചാണ് അവർ ഈ ചെന്നായകളെ സൃഷ്ടിച്ചത്. ആദ്യമായി ഒരു ക്രൂരമായ ചെന്നായിയുടെ അലർച്ച നമുക്ക് കേൾക്കാം. കൊളോസൽ ബയോസയൻസസ് ഒരു ചാര ചെന്നായിയുടെ ജനിതക കോഡ് ഉപയോഗിച്ച് അവയുടെ DNA മാറ്റിയെഴുതുകയും ഈ പുതിയ മാരകമായ ചെന്നായകളെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ അത്രയൊന്നുമല്ല. ടാസ്മാനിയൻ കടുവ, ഡോഡോ പക്ഷി, കമ്പിളി മാമോത്തുകൾ എന്നിവ പോലുള്ള മറ്റ് ചരിത്രാതീത ജീവികളെയും പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും കമ്പനി പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ മാമോത്ത് ജീനുകൾ ചേർത്ത് ഒരു മാരകമായ എലിയെ സൃഷ്ടിക്കുന്നതിൽ അവർ വിജയകരമായി പരീക്ഷണം നടത്തി. ഈ പരീക്ഷണം ഇന്റർനെറ്റിൽ വൈറലായി. ഈ മൃഗങ്ങളുടെ വംശനാശം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവയെ തിരികെ കൊണ്ടുവരുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഭൂമിക്കടിയിൽ സമാധാനപരമായി വിശ്രമിക്കാൻ വിടണോ?